ഉണ്ണിമുകുന്ദൻ പ്രധാന കഥാപാത്രമായി എത്തിയ മാർക്കോ മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുകയാണ്. നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് മാർക്കോ എന്നാണ് സിനിമ കണ്ടവർ ഒന്നടങ്കം പറയുന്നത്. ഇപ്പോഴിതാ സിനിമയിലെ ഉണ്ണിമുകുന്ദന്റെ പ്രകടനത്തെ പുകഴ്ത്തുകയാണ് സംവിധായകൻ പത്മകുമാർ. സ്വന്തം ആരാധക വൃന്ദത്തിന്റെ എണ്ണം 10 ഇരട്ടിയും 100 ഇരട്ടിയുമാക്കി മാർക്കോ എന്ന നായകൻ കുതിച്ചു കയറുകയാണെന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. അത്യുത്സാഹികളും കഠിനാധ്വാനികളുമായവർ ഉയരങ്ങളിലേക്കുള്ള പടവുകൾ കയറി പോകുന്നത് കൗതുകമുള്ള കാഴ്ചയാണ്. ഏതെങ്കിലും വിധത്തിൽ നമ്മളോട് അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ, പ്രത്യേകിച്ചും പൃഥ്വിരാജും ജോജു ജോർജും ഒക്കെ ചേർന്ന ആ ഗണത്തിലാണ് ഉണ്ണിമുകുന്ദനും. ഉണ്ണിയെ ഞാൻ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നതും ബാബു ജനാർദ്ദനൻ എഴുതി സംവിധാനം ചെയ്ത ബോംബെ മാർച്ച് 12-ന്റെ ലൊക്കേഷനിലാണ്. കാണാൻ കൗതുകമുള്ള, ഭംഗിയായി ചിരിക്കുന്ന, ജോലിയിൽ അർപ്പണബോധമുള്ള ആ ചെറുപ്പക്കാരൻ പിന്നീട് മലയാള സിനിമയുടെ അവിഭാജ്യ ഭാഗമായി. മല്ലു സിംഗിലൂടെ ഉണ്ണിയുടെ മറ്റൊരു ഭാവം നമ്മൾ കണ്ടു. പിന്നെയും ഒരുപാട് സിനിമകൾക്ക് ശേഷം മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ണിയെ കരിയറിന്റെ ഉയരങ്ങളിൽ എത്തിച്ചു. ഇപ്പോഴിതാ ഉണ്ണിമുകുന്ദൻ എന്ന നടൻ വേറെ ലെവൽ എന്ന് പറയാവുന്ന ഒരു ശ്രേണിയിലേക്ക് എത്തിച്ചേരുന്നു മാർക്കോ എന്ന മാസ് ചിത്രത്തിലൂടെ. സ്വന്തം ആരാധക വൃന്ദത്തിന്റെ എണ്ണം 10 ഇരട്ടിയും 100 ഇരട്ടിയുമാക്കി മാർക്കോ എന്ന നായകൻ കുതിച്ചു കയറുന്നു. നിറഞ്ഞു കവിഞ്ഞ തിയേറ്ററിൽ അതിനു സാക്ഷിയാകാൻ കഴിഞ്ഞതിന്റെ അതിരില്ലാത്ത ആഹ്ലാദം ഞാനിവിടെ പങ്കുവെക്കുന്നു. പരാജയങ്ങൾ പഴങ്കഥകൾ മാത്രമാകട്ടെ, കീഴടക്കാനുള്ള ഉയരങ്ങൾ അത്രയും ഉണ്ണിമുകുന്ദൻ എന്ന ഡെഡിക്കേറ്റഡ് ആക്ടറിനു മുന്നിൽ തല കുനിക്കട്ടെ. അഭിനന്ദനങ്ങൾ ഉണ്ണി, ഷെരീഫ്, ഹനീഫ് അദേനി ആൻഡ് ടീം എന്ന് പത്മകുമാർ പറഞ്ഞു. ഹനീഫ് അദേനിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്, ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന വിശേഷണത്തോടു കൂടിയാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത്. വിശേഷണം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ എന്നാണ് ആരാധകർ പറയുന്നത്. പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്കനുസരിച്ച് ചിത്രം 5 കോടിയാണ് ഓപ്പണിംഗ് കളക്ഷൻ നേടിയത്.